മുല്ലപ്പെരിയാർ മലയാളികളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ജലബോംബ് തകർന്നാൽ കേരളത്തിന്റെ സർവനാശം. 1895 കമ്മീഷൻ ചെയ്ത മുല്ലപ്പെരിയാർ ഡാം അതിന്റെ ആയുസിന്റെ ഇരട്ടിയും കടന്ന് 129 വർഷമായി നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നാണ് ലോകം ഇന്ന് ആലോചിക്കുന്നത്. സുർക്കി മിശ്രിതത്താൽ അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഫെന്നി ക്വിക്ക് എന്ന ഇംഗ്ലീഷുകാരനെ കൊണ്ട് ബ്രിട്ടീഷുകാർ പണിതീർത്ത 850 മീറ്റർ ഉയരമുള്ള ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ഡാം. 15 TMC ജലം മനുഷ്യനുമേൽ സംഭരിച്ചു വെച്ച് ഡെമോക്ലോസിന്റെ വാള് പോലെ അവന്റെ ഉറക്കം കെടുത്തുകയാണ്. മുല്ലപ്പെരിയാർ ഡാം എന്നത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ ബാക്കി മാത്രമല്ല, ഒരു ജനതയുടെ ഒരു വംശത്തിന്റെ തന്നെ ഉന്മൂലനത്തിന് ബ്രിട്ടീഷുകാർ അവശേഷിപ്പിച്ചു പോയ ജലപിശാചാണ്. ആധുനിക ശാസ്ത്രവും അതിന്റെ ടെക്നോളജിയും വളർന്നു വലുതായെങ്കിലും 1895 കളിമണ്ണ് ശർക്കരയും ചുണ്ണാമ്പും ചേർത്ത് കുഴച്ചു പണിത ഡാം 60 വർഷം കഴിയുമ്പോൾ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് അതിന് നേതൃത്വം കൊടുത്ത എഞ്ചിനീയറും പറഞ്ഞിരുന്നു. 1895 പണി കഴിഞ്ഞ ഡാമിന് ഇപ്പോൾ 129 വർഷത്തെ പഴക്കം. സാധാരണ ഒരു ഡാമിന്റെ ആയുസ് എന്ന് പറയുന്നത് 50 മുതൽ 60 വരെ വർഷം മാത്രമാണ്. അത് കഴിഞ്ഞാൽ ആ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ്. 50 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഡാമിന് നാശം സംഭവിക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടവും മദ്രാസ് റെസിഡൻസിയും തമ്മിൽ 999 വർഷത്തെ പാട്ടത്തിനാണ് കരാർ വെച്ചത്. കേവലം 60 വർഷത്തെ ആയുസ് പറഞ്ഞ ഡാം ഇന്ന് 129 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 1970 അന്നത്തെ അച്യുതമേനോൻ ഗവൺമെന്റ് തമിഴ്നാടുമായി പുതിയ കരാറിൽ ഏർപ്പെട്ടു. പഴയ 999 വർഷത്തെ കരാർ ബ്രിട്ടീഷ് ഭരണത്തോടെ ഇല്ലാതായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ തമിഴ്നാട് സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ അവർക്കുള്ള സ്വാധീനം വെച്ച് അച്യുതമേനോൻ ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കി വീണ്ടും കരാർ ഒപ്പിട്ടു. അതോടെ കേരളവും നിയമപരമായി പുതിയ കരാറിൽ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാതെ പെട്ടുപോയി. കേരളത്തോട് മലയാളിയോട് ആ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ ചതിയായി മാറി ആ കരാർ. 1990കളിലാണ് ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ആദ്യ പഠനം നടക്കുന്നത്. ഡാമിന്റെ അടിത്തട്ടിൽ നിന്നും നിർമ്മാണത്തിന് ഉപയോഗിച്ച സുർക്കി മിശ്രിതത്തിന്റെ 1000കണക്കിന് ടൺ ഒലിച്ചു പോയെന്നും ഡാമിന് ചോർച്ചയുണ്ടെന്നും മനസ്സിലാക്കിയതിനെ തുടർന്ന് നിയമ പോരാട്ടത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും തമിഴ്നാടിന്റെ അധികാരങ്ങൾ കരാറിലുള്ളതുകൊണ്ട് നമ്മൾ നിസ്സഹായരായി പോയി. കാലവർഷ സമയത്ത് മാത്രം കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മുറവിളി കൂട്ടാൻ മാത്രം ഒരു മുല്ലപ്പെരിയാർ. സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ട കേസിൽ കേരളത്തിന് അനുകൂലമായി കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു വാദിക്കാൻ നല്ലൊരു വക്കീലിനെ പോലും കണ്ടെത്തുവാൻ ആ കാലഘട്ടത്തിൽ കഴിയാതെ വന്നു. സുപ്രീം കോടതിയും തമിഴ്നാടിന്റെ വാദങ്ങൾ ശരിവെച്ച് ഇടക്കാല വിധി പുറപ്പെടുവിച്ചു. മുല്ലപ്പെരിയാർ സംഭരണശേഷി ഉയർത്തുവാൻ വേണ്ടി ഡാം ബലപ്പെടുത്തുന്നത് കാണിച്ച തമിഴ്നാട് അറ്റകുറ്റപ്പണികൾ ചെയ്തെങ്കിലും അതൊന്നും ഡാമിനെ ബലപ്പെടുത്തുകയല്ല, മറിച്ച് സംഭരണശേഷി വർദ്ധിപ്പിച്ച് പരമാവധി ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് അവർ പരിശ്രമിച്ചത്. തമിഴ്നാട് സർക്കാരിന്റെ ലക്ഷ്യം ഡാമിന്റെ സുരക്ഷയല്ല, മറിച്ച് തമിഴ്നാടിന് ജലം ലഭ്യമാകുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഡാം പൊട്ടിയാൽ തമിഴ്നാടിന് കാര്യമായ ജീവനാശം സംഭവിക്കില്ല, മറിച്ച് കേരളം മരുഭൂമിയായി മാറും. പക്ഷേ ഇതൊന്നും കേരളത്തിലെ ഭരണ നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നില്ല. തമിഴ്നാട് മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതിയും ജലസേചനവും നടത്തി പ്രതിവർഷം 50,000 കോടി രൂപയിലധികം ഖജനാവിന് മുതൽ കൂട്ടുന്നുണ്ട്. കേരളത്തിന് കിട്ടുന്നത് കേവലം 10 ലക്ഷം രൂപയും പാട്ടത്തുകയും മാത്രം. തമിഴ്നാട് 500 കോടി രൂപയാണ് പ്രതിവർഷം മുല്ലപ്പെരിയാറിന്റെ നിയമപരവും നിയമവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നത്. ഇതിൽ പകുതിയിലധികം തുക കേരളത്തിലെ ഭരണവർഗത്തെ സംതൃപ്തരാക്കാനാണ് ചെലവഴിക്കുന്നത്. പിന്നെ നിയമപരമായി വക്കീലന്മാരുടെയും നിയമ സംവിധാനത്തെയും മുതലെടുക്കുവാനും വിലക്കെടുക്കുവാനും. ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ പേർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ എന്ത് നടക്കാൻ? മുല്ലപ്പെരിയാർ വിഷയം ഉയർത്തുന്നത് പലരും തമിഴ്നാട്ടിൽ നിന്നും തങ്ങൾക്ക് പണവും ഭൂമിയും കൈക്കൂലിയായി വാങ്ങുവാൻ വേണ്ടി മാത്രമാണ്. കേരളത്തിൽ ഭരിച്ചിരുന്ന പല ജലസേചന മന്ത്രിമാർക്കും തമിഴ്നാട് കൈയയച്ച സ്ഥലവും സംഭാവനകളും നൽകി പോന്നിട്ടുണ്ട്. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ പോലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അവരെ സഹായിക്കാൻ ആളുണ്ട്. ഏറ്റവും നല്ല ന്യായാധിപൻ എന്ന് പേരുകേട്ട പി സദാശിവത്തെ പോലെയുള്ള തമിഴ് വംശജരായ ഉന്നത നിയമജ്ഞർ, അതുപോലെ കേരളത്തിലെ പ്രഗത്ഭരായ സുപ്രീം ജഡ്ജിമാർ വരെ തമിഴ്നാടിന് വേണ്ടി സംസാരിക്കാനുള്ളപ്പോൾ അവർക്ക് ആരെയാണ് ഭയക്കേണ്ടത്? മാത്രമല്ല തമിഴ്നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് താനും. സുർക്കി ചുണ്ണാമ്പും വെന്ത കളിമണ്ണിന്റെ നേർത്ത പൊടിയും വെള്ളത്തിൽ ചേർത്തുണ്ടാകുന്ന മിശ്രിതം വെച്ച് ഉണ്ടാക്കിയതിൽ ഏറ്റവും പഴക്കം ചെന്ന ഡാമുകളിൽ ഒന്നാണിത്. ഓരോ തവണ വെള്ളം ഒഴുകി പോകുമ്പോഴും അതിന്റേതായ അളവിൽ തന്നെ ചുണ്ണാമ്പും കൂടെ ഒഴുകി പോകുന്നുണ്ടെന്നാണ് പഠനം. പ്രതിവർഷം 30 ടൺ സുർക്കിയാണ് ഡാമിൽ നിന്നും ഒഴുകി പോകുന്നത്. ഇത്രയും നാൾ കൊണ്ട് 1500 ടണ്ണിലധികം സുർക്കി ഡാമിൽ നിന്ന് ഒഴുകി പോയിട്ടുണ്ട്. അതായത് ഡാമിന്റെ ബേസ്മെന്റ് എത്രത്തോളം ശക്തമാണെന്ന് ഇതിലൂടെ ഊഹിക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം എപ്പോൾ വേണമെങ്കിലും തകരാം എന്നുള്ളതാണ്.
കുറെ നാളായി ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞിരിക്കുന്നു, ഇതുവരെ പൊട്ടില്ല. അതുകൊണ്ട് സമാധാനിച്ചിരിക്കാമെന്നാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഇതുവരെ പൊട്ടാതിരുന്നത് ഭാഗ്യം എന്ന് വേണം പറയാൻ. കാരണം ഇതിന്റെ എക്സ്പയറി എന്നോ കഴിഞ്ഞതാണ്. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്താൽ തങ്ങളുടെ 5 ജില്ലകളിൽ വെള്ളം മുട്ടിപ്പോകുമെന്ന് തമിഴ്നാട് അവകാശപ്പെടുന്ന ജില്ലകളിൽ ദേശീയ ശരാശരിക്ക് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. ഈ 5 ജില്ലകളെ മുൻനിർത്തി തമിഴ്നാട് ലക്ഷ്യം വെക്കുന്നത് വമ്പൻ തുകയാണ്. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്താൽ ഈ തുക അവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക്, അതും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവന് ഭീഷണിയായിട്ടും തമിഴ്നാട് സർക്കാർ അലസമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഈ കാര്യത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ വരെ പോരാട്ടം നടത്തുന്നതും. ഇനി കേരളത്തിലെ കാര്യം നോക്കാം. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ വെള്ളം നേരെ എത്തുന്നത് കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാമിലേക്കാണെന്നതാണ് ധാരണ. അത് ഒരു സാധ്യത. അങ്ങനെ വന്നാൽ അത് ഇടുക്കി താങ്ങിക്കോളുമെന്നാണ് പറയുന്നത്. പക്ഷെ അല്ല. ഒരു ഡാമിൽ നിലകൊള്ളുന്ന വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി അത് തകർന്നു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയായി മാറി സ്ഥിരം വെള്ളം ഒഴുകുന്ന ഫോഴ്സിനേക്കാൾ 10 മടങ്ങ് ശക്തിയിലാകും വരിക. ആദ്യം വരുന്ന വെള്ളത്തെ ഒരുപക്ഷെ ഇടുക്കി ആർച്ച് ഡാമിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ചെറുതോണി, കുളമാവ് ഡാമുകൾക്ക് ഇതിന് കഴിയില്ല. ഇടുക്കി ഡാം എന്ന് പറയുന്നത് ഇടുക്കി, ചെറുതോണി, കുളമാവ് ഡാമുകൾ ചേർന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തി കുറഞ്ഞ ഡാമുകളിൽ 2 എണ്ണമാണ് കുളമാവും ചെറുതോണിയും. അപ്പോൾ ഇത്രയും ശക്തിക്ക് വരുന്ന വെള്ളം കൊണ്ട് ഡാമുകളെയും തകർക്കാൻ സാധിക്കും. അങ്ങനെ വന്നാൽ ആദ്യം വെള്ളം എത്തുക തൊടുപുഴയിലായിരിക്കും. ഡാം പൊട്ടി നിമിഷങ്ങൾക്കകം തന്നെ വെള്ളം തൊടുപുഴയിലെത്തും. എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ആളുകൾക്കുണ്ടാവില്ല. പിന്നീട് കോട്ടയം, എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂരിന്റെ ഭാഗങ്ങൾ, പത്തനംതിട്ടയുടെ ഭൂരിഭാഗവും അങ്ങനെ വെള്ളം അറബിക്കടലിലേക്ക് ചെന്ന് വീഴും. തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട വരെ ദ്വീപ് പോലെ രൂപപ്പെടും. ഇടുക്കിയുടെ ഭാഗങ്ങൾ തമിഴ്നാട് പിടിച്ചടക്കും. മുകളിലേക്കുള്ളത് കർണാടകവും. വെള്ളം ചെന്ന് കടലിൽ വീഴുമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അത്രയും വെള്ളം കടലിൽ ചെന്നാൽ ബാലൻസിംഗ് നടക്കില്ല. അത് തിരിച്ച് കരയിലേക്ക് തള്ളും. അത് വീണ്ടും വലിയ ദുരന്തങ്ങൾക്ക് ഇടയാക്കും. തിരിച്ചടിക്കുന്ന വെള്ളം കേരളത്തിൽ മാത്രമായിരിക്കില്ല നാശമുണ്ടാക്കുന്നത്. തീരദേശ മേഖല മുഴുവൻ നാശമുണ്ടാക്കാൻ ഇത് കാരണമാകും. കാര്യം ഇത്രയും ഗൗരവമുള്ള വിഷയമായിട്ടും ഇതൊന്നും ചർച്ചകളിൽ വരുന്നതേയില്ല. എന്തെങ്കിലും കാര്യമായ ന്യൂസ് ഉണ്ടാകണമെങ്കിൽ ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഇടുക്കിയിൽ ഒരു ഭൂചലനമോ ഉണ്ടാകണം. എങ്കിലേ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ഒരു അന്തിചർച്ചയെങ്കിലും ഉണ്ടാകൂ എന്നതാണ് അവസ്ഥ. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ വാർത്തയ്ക്ക് മുകളിൽ സ്ഥാനം പിടിക്കുന്ന ഏത് വാർത്തകളും പ്ലാൻഡ് ആണോ എന്ന് സംശയിക്കുന്നതിലും തെറ്റില്ല. തൽക്കാലം അതിലേക്കൊന്നും പോകുന്നില്ല. ഡാം തകർന്നാൽ മേൽപ്പറഞ്ഞ വ്യക്തികളെല്ലാം സുരക്ഷിതരായിരിക്കും. അവർക്ക് ആളുകൾ മരിച്ചാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഇത്രയും ഗൗരവമുള്ള വിഷയം ആളുകൾ മറ്റു വാർത്തകളെക്കാൾ ഏറെ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് അത്ഭുതം. പലർക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. എന്നാൽ അവരെ ബോധവൽക്കരിക്കാൻ ആരും മുന്നിട്ടിറങ്ങുന്നുമില്ല. മുന്നിട്ടിറങ്ങുന്നവരെയെല്ലാം മുൻപ് പറഞ്ഞ പോലെ വ്യക്തികൾ സ്വാധീനം ഉപയോഗിച്ച് പിന്തിരിപ്പിക്കുന്നുമുണ്ട്. അവരുടെ ശബ്ദം പുറം ലോകം അറിയാൻ സമ്മതിക്കുന്നില്ല. ബാക്കി എല്ലാ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഡാം ചെക്ക് ചെയ്യാൻ നിയമിക്കുന്ന എക്സ്പേർട്സ് തന്നെയായിരിക്കും. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കാൻ നിയമിച്ചിരിക്കുന്ന 5 അംഗ സംഘത്തിൽ പെടുന്ന എക്സ്പേർട്ട് എന്ന് പറയപ്പെടുന്നത് 3 ജഡ്ജിമാർ, 2 സിവിൽ എഞ്ചിനീയേഴ്സ്. ഇവരാരും മുൻപ് ഒരു ഡാം നിർമ്മിക്കുകയോ പരിപാലിക്കുകയോ അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ളവരോ അല്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് എക്സ്പേർട്ട് എന്ന പേരും കൊടുത്ത് ടീം ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവർ സുപ്രീം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് തമിഴ്നാടിന് അനുകൂലമായി SC വിധി പറഞ്ഞത്. എക്സ്പേർട്ട് എന്ന് പറയുന്നവർ കൊടുത്ത റിപ്പോർട്ട് പരിശോധിച്ച വക്കീൽ പറയുന്നത് ഡാമിന്റെ തകരാറിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെന്നും ഡാം സുരക്ഷിതമാണെന്നുമാണ്. എന്നാൽ 2011 IIT റൂർക്കിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഡാം തീർത്തും ശക്തി നഷ്ടപ്പെട്ടതാണെന്നും എപ്പോൾ വേണമെങ്കിലും തകരാമെന്നും അവസ്ഥയിലാണെന്നുമാണ് പറഞ്ഞത്. ഡാം തകരാതിരിക്കാൻ ഒരു മാർഗമെന്ന നിലയ്ക്ക് ഡാമിന്റെ മുകളിൽ 2.3 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്തു. അത് എന്തിനാണെന്ന് വെച്ചാൽ മുകളിലുള്ള ഭാരം കൊണ്ട് ഡാമിന്റെ ശക്തി ബാലൻസ് ആകാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇതുകൊണ്ട് കൂടുതൽ അപകടമാണ് ഉണ്ടായത്. പ്രതീക്ഷിച്ചതിന് വിപരീതമായി മുകളിലെ ഭാരവും വന്ന് കയറുന്ന വെള്ളത്തിന്റെ ഫോഴ്സും കൊണ്ട് ഡാമിന്റെ സ്ട്രക്ചർ വളയാൻ തുടങ്ങി. അത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അപകട സാധ്യത കൂടുവാൻ ഒരു കാരണവുമായി. എന്നാൽ സുപ്രീം കോടതിയിലെത്തിയ എക്സ്പേർട്സിന്റെ റിപ്പോർട്ടിൽ ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടേയില്ല. ഭരിക്കുന്നവർ അറിയാതെ മേൽപ്പറഞ്ഞ തിരുത്തലുകൾ ഉണ്ടാവില്ല. എവിടെയൊക്കെയോ വലിയ കളികൾ നടക്കുന്നുണ്ട്. വാർത്താ ചാനലുകൾക്ക് വേണ്ടത് ഒരു ദുരന്ത വാർത്തയായിരിക്കാം. അതാകുമ്പോൾ അവരുടെ TRP മാർക്കറ്റിംഗ് ഒക്കെ ഉയർത്താൻ സാധിച്ചേക്കാം. പക്ഷെ ദുരന്തമുണ്ടായിട്ട് അയ്യോ ഇത് സംഭവിച്ചെന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. ഒന്നുകിൽ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന് സമാനമായി പുതിയ ഡാം പണിയുക. കേരളത്തിന് യാതൊരു ഗുണവും മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് കിട്ടുന്നില്ല. എന്നാൽ തകർന്നാൽ 100% നഷ്ടം കേരളത്തിന് മാത്രമാണ്.